പിറ്റേ ദിവസത്തെ പത്രത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വലിയൊരു പടമുണ്ടല്ലേ, ആ പടം എടുത്ത് സൂക്ഷിച്ചു വെക്കണമല്ലോ. എന്നിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും പുതിയ പടം എവിടെയെങ്കിലും കാണുമ്പോൾ നോക്കണം. നമുക്ക് കുർബാനയ്ക്ക് വരികയെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ്. ചിലർ പ്രസംഗത്തിൻ്റെ ഇടയിൽ കയറി വരും, ചിലപ്പോൾ അറിയിപ്പ് പറയുമ്പോൾ ഇറങ്ങിപ്പോകും. ഞായറാഴ്ച കാറ്റഗിസ്റ്റിന് താല്പര്യത്തോടെ വന്നാണ്. അപ്പോൾ ആ സമ്മാനം കണ്ടിട്ട് നമ്മൾ പള്ളിയിൽ വരും. ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ? പ്രാർത്ഥിക്കാനാണ് സമയവും നമുക്കറിയാം, വിളിക്കണത് പ്രാർത്ഥിക്കാനാണെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമ്മളത് കേൾക്കുകയും ചെയ്യും. നമ്മൾ വരില്ല, ആ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകും. ഉറക്കുകുളിയും പ്രാർത്ഥനയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വീട്ടിൽ ലുലു മാളിൽ പോയി ഒരു സിനിമ കാണണോ, ചേന്നമല പള്ളിയിൽ പോയി ഒരു ധ്യാനം കാണണോ, കൂടണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? റോട്ടി കൂടി പോകുമ്പോൾ ഫ്ലെക്സ് ഒക്കെ വെച്ച് കാണുമ്പോൾ 45-55 എന്നെ ഇടയിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ ശവസംസ്കാരത്തിന് പ്രസംഗം എന്നെ ഏൽപ്പിച്ചേക്കുന്നുണ്ട് നേരത്തെ. അത് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അച്ഛനായിട്ട് ജീവിക്കാൻ തുടങ്ങാൻ അപ്പോഴേക്കാണ് ഈ ലിസ്റ്റ് കൊണ്ടു തരണത്. എന്താണ് നിന്റെ സ്വത്തുവകകൾ ആർക്ക് കൊടുക്കും, എവിടെയാണ് നിന്റെ അന്ത്യവിശ്രമം നിനക്ക് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമ്മളുടെ വിൽപ്പത്രം എഴുതി കൊടുക്കണമെന്നാണ്.